ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ പൊന്നൂസ് വഴിയാണ്. ബൈബിളിലെ കുടുംബങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് 16-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് പത്രോസിൻ്റെ കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ്. ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് പാസ്റ്റർ പൊന്നൂസ് തൊടുപുഴ ഗോസ്പൽ TV എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ, ഒരുമിച്ചിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബൈബിളിലെ കുടുംബങ്ങൾ എന്ന വിഷയവുമായി നമുക്ക് ഇന്നും കർത്താവിന്റെ കൂടെ ഇരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. സാജിപ്പാസ് ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പസ്തോല പ്രമുഖന്റെ പത്രോസിന്റെ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനിടയായിത്തീരുന്നത്. അപ്പസ്തോല യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു പത്രോസിൻ്റെത്. മറ്റേ ശിഷ്യന്മാരിൽ നിന്ന് പത്രോസിന് നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും പെട്ടെന്ന് ഉത്തരം നൽകുകയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അപ്പസ്തോലനായിരുന്നു അപ്പസ്തോലൻ പത്രോസ്. അങ്ങനെ ഏതു വിധത്തിൽ നോക്കിയാലും അപ്പസ്തോലൻ പത്രോസിനെ മറ്റു ഉള്ളവരിൽ നിന്ന്, മറ്റു ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് നമുക്ക് കാണാനിടയായിത്തീരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, യേശു കർത്താവ് തൻ്റെ യേശുവിന്റെ കൂടെ നടക്കുന്ന ആ സമയത്ത് വെളിപ്പാട് പ്രാപിച്ച് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ആദ്യമായി ഏറ്റുപറഞ്ഞയാളാണ് പത്രോസ്. മറ്റു ശിഷ്യന്മാരാർക്കും കഴിയാത്ത ഒരു കാര്യമാണ് പത്രോസ് ശ്ലീഹായിലൂടെ സംഭവിക്കാനിടയായിത്തീരുന്നത്. അത് അറിവിൽ നിന്ന് പറഞ്ഞതല്ല, അത് കർത്താവ് കൊടുത്ത വെളിപ്പാടിൽ നിന്നാണ് പത്രോസ് ശ്ലീഹ അങ്ങനെ പറയാനിടയായിത്തീരുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ള ആ വെളിപ്പാട് കർത്താവ് ആദ്യമായി കൊടുത്തത് ഈ പത്രോസിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരും. അത് ഇനിയും പറഞ്ഞാൽ യേശു കർത്താവിന് ഏകദേശം 500ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നു. അത് പിന്നെ 70ഓളം ശിഷ്യന്മാരായി മാറി. അത് വീണ്ടും 12ആയി മാറി. ഈ 12 ശിഷ്യന്മാരിൽ തന്നെ യേശു കർത്താവിന് ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു. ആ ഇന്നർ സർക്കിളിൽപ്പെട്ട ആ ശിഷ്യനായിരുന്നു പത്രോസ്. പത്രോസും യോഹന്നാനും യാക്കോവുമാണ് യേശു കർത്താവിന്റെ ഇന്നർ സർക്കിളിലുള്ള ശിഷ്യന്മാർ. അതിൽ ഒരാളായിരുന്നു പത്രോസ്. അങ്ങനെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ശിഷ്യനായിരുന്നു ഈ പത്രോസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് യോന എന്നായിരുന്നു. പത്രോസിന്റെ പിതാവിന്റെ പേര്. അതുകൊണ്ടാണ് യേശു കർത്താവ് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ബർയോനെ ശിമയോനെ എന്നാണ് പറയാനിടയായിത്തീർന്നത്. യോഹന്നാന്റെ മകനായ ശിമയോനെ എന്ന് വിളിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് യോന എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരന്റെ പേര് കൂടെ നമുക്കറിയാം. അത് അന്ത്രയോസ് എന്നാണ്. അദ്ദേഹവും യേശുവിന്റെ ശിഷ്യനായിരുന്നു. ഈ അന്ത്രയോസ് ആയിരുന്നു പത്രോസിനെ യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനിടയായി തീർന്നത്. അങ്ങനെ ഈ ഗലീല തടാകത്തിന്റെ തീരത്തുള്ള ബെത്സയിദ ഗ്രാമവാസിയാണ് ഈ പത്രോസ്. പത്രോസിന്റെ താമസം, പത്രോസും കുടുംബവും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഗലീല തടാകത്തിന്റെ തീരത്തുള്ള ബെത്സയിദ എന്ന സ്ഥലത്തായിരുന്നു ഈ കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കുറെ കൂടെ പ്രസിദ്ധമായ കപ്പർനഹൂമിലേക്ക് താമസം മാറാനിടയായി തീർന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സൗകര്യത്തിനനുസരിച്ച് അവർ കുറച്ചുകൂടെ അവരുടെ ജീവിത സൗകര്യവുമായി ബന്ധപ്പെട്ട് പട്ടണങ്ങളിലേക്കൊക്കെ മാറി താമസിക്കുന്നത് പോലെ ഈ കപ്പർനഹൂമിൽ നിന്ന് പത്രോസും തന്റെ കുടുംബവും അവര് ഈ ബെത്സയിദയിൽ നിന്ന് കപ്പർനഹൂമിലേക്ക് താമസം മാറ്റാനിടയായി തീർന്നു എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ താൻ വിവാഹിതനായിരുന്നു. പത്രോസ് വിവാഹിതനായിരുന്നോ, തനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, പത്രോസ് കുടുംബസ്ഥനായിരുന്നു, തനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു, താൻ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അവിടെ ഈ പത്രോസ് കർത്താവ് പത്രോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ താൻ ഒരു കുടുംബസ്ഥനായിരുന്നു, കുടുംബം നോക്കുന്നയാളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് പത്രോസിന്റെ വിളിയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പത്രോസിനെ യേശു വിളിച്ചത് എങ്ങനെയാ?
എപ്പോഴാ എങ്ങനെയാ വിളിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ യോനായും രണ്ടു മക്കളും അവര് മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു. അവരുടെ കുടുംബപരമായി അവരുടെ പിതാവും മക്കളും ഒരുമിച്ച് അവര് കടലിൽ പോയി, ഗലീല കടലിൽ പോയി അവര് മീൻ പിടിച്ച് ആ കുടുംബം പുലർത്തുന്ന ഒരു 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 രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സെബദിയുടെ രണ്ട് പുത്രന്മാരും അവരും ഇവരുടെ കൂട്ടാളികളായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു മീൻ പിടിക്കാനൊക്കെ പോകുന്നത് എന്നാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നത്. ഇവര് 4 പേരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുമ്പേ വന്ന് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച, മാനസാന്തര സുവിശേഷം പ്രസംഗിച്ച, മാനസാന്തരത്തിലേക്ക് ജനങ്ങളെ വിളിച്ച യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു ഇവര്. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരിക്കുമ്പോഴാണ് യേശു കർത്താവിനെ അവർക്ക് പരിചയപ്പെടാനിടയായി തീർന്നത്. അന്ത്രയോസും യോഹന്നാനും ആദ്യം യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശു വരുന്നത് കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയാനിടയായി തീർന്നു. അപ്പോ അത് കേട്ട ഈ ശിഷ്യന്മാർ യോഹന്നാനും അന്ത്രയോസും അവര് യേശു കർത്താവിന്റെ പുറകെ പോകാനിടയായി തീർന്നു. യേശു കർത്താവിന്റെ കൂടെ പോയി യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്ന ആദ്യത്തെ ശിഷ്യന്മാർ യോഹന്നാനും അന്ത്രയോസുമായിരുന്നു. അങ്ങനെ ഇവര് യേശു കർത്താവിന്റെ അടുത്ത് ചെന്നു. അതിനുശേഷം അന്ത്രയോസ് ആണ് വന്ന് ഈ പത്രോസിനെ യേശുവിന് പരിചയപ്പെടുത്താനിടയായി തീരുന്നത്. പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41, 42 വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അന്ത്രയോസ് ചെന്ന് തന്റെ സഹോദരനായ പത്രോസിനെ കൂട്ടിക്കൊണ്ട് യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. യേശു ഇതെന്റെ സഹോദരനാണ് എന്നൊക്കെ പറയാനിടയായി തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ തന്റെ വിളി താൻ തിരഞ്ഞെടുക്കുന്നത് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവ വേലയ്ക്ക് വേണ്ടി ഈ പത്രോസിനെ തിരഞ്ഞെടുക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനത്തിലാണ്. ആ 5-ാം അധ്യായം നമുക്ക് സുപരിചിതമാണ്. യേശു കർത്താവ് ഈ പത്രോസിന്റെ കൂടെയുള്ളവരും എല്ലാം ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയി. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടാതെ നിരാശനായി അവർ കടൽക്കരയിൽ ഇരിക്കുമ്പോൾ, ആ വലയൊക്കെ നന്നാക്കിക്കൊണ്ട് ആ കടൽക്കരയിൽ ഇരിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് രാവിലെ ആ കടൽക്കരയിൽ ചെന്ന് ആ പത്രോസിനോട്, പത്രോസെ നിന്റെ വള്ളം എനിക്കൊന്ന് വേണം അല്പം എന്ന് പറഞ്ഞ് യേശു കർത്താവ് പത്രോസിന്റെ വള്ളത്തിൽ കയറുകയും ആ വള്ളം യേശു കർത്താവിന് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വള്ളം കൊടുക്കുകയൊക്കെ ചെയ്യാനിടയായി തീർന്നു. അവിടെ വള്ളത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷ പ്രസംഗത്തിന് ശേഷം യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ നീ മീൻ പിടുത്തതിന് വേണ്ടി ആഴത്തിലേക്ക് നീക്കി വല വീശുവിനെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ വല വീശിയപ്പോ 2 വള്ളം നിറച്ച് ഈ പത്രോസിന് മീൻ കിട്ടി. അത്ഭുതകരമായൊരു മീൻപിടുത്തം അവിടെ ഉണ്ടായി. ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ആ അനുഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. അങ്ങനെ പത്രോസ് ആ മീൻപിടുത്തത്തോടു കൂടെ യേശു കർത്താവിന്റെ അടുക്കൽ വരികയും യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ ഇന്ന് വരെ നീ മീൻ പിടിക്കുന്നയാളായിരുന്നു, ഇനി ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയാനിടയായി തീർന്നു. നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറയാനിടയായി തീർന്നു. പത്രോസ് ഒന്നും ചോദിച്ചില്ല, അപ്പനോട് അനുവാദം ചോദിച്ചില്ല, വീട്ടിൽ പോയി ഭാര്യയോട് അനുവാദം ചോദിച്ചില്ല, ആരോടും അനുവാദം ചോദിക്കാതെ ആ വിളിക്ക് അപ്പോൾ തന്നെ പത്രോസ് അതിന് പോസിറ്റീവായി പ്രതികരിക്കാനിടയായി തീർന്നു. യേശു കർത്താവിന്റെ പുറകെ പത്രോസ് യാത്ര തിരിച്ചു. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പും ഈ സമയത്തും പത്രോസ് ഒരു ശിഷ്യനായിരുന്നു. യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. യോഹന്നാന്റെ ശിഷ്യനായിരിക്കുമ്പോ തനിക്കുള്ള പ്രത്യേകത, തനിക്ക് യോഹന്നാന്റെ ശിഷ്യനായിരിക്കുമ്പോൾ തനിക്ക് ജോലി ചെയ്യാമായിരുന്നു, തനിക്ക് പണിക്ക് പോകാമായിരുന്നു, മീൻ പിടിക്കാമായിരുന്നു, കുടുംബം നോക്കാമായിരുന്നു. രാത്രിയിൽ പത്രോസ് മീൻ പിടിക്കാൻ പോകും, രാവിലെ യോഹന്നാന്റെ കൂടെ പോകും. അങ്ങനെ ആയിരുന്നായിരിക്കും അവരുടെ ജീവിത രീതി. അപ്പോ ഈ സമയത്തും താൻ ശിഷ്യനായിരുന്നു, യോഹന്നാന്റെ ശിഷ്യനായിരിക്കുമ്പോ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. കാര്യം അവന് ജോലി ചെയ്യാലോ, ജോലി ചെയ്തുകൊണ്ടാണല്ലോ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേകത അതല്ല. യേശു തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ, യേശുവിന്റെ വിളിക്ക് താൻ അനുകൂലമായി പ്രതികരിക്കുമ്പോ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം താൻ ഒരു കുടുംബസ്ഥനായതുകൊണ്ട്
താൻ ഒരു കുടുംബസ്ഥനാണോ എന്നുള്ള കാര്യത്തിൽ സംശയം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ക്ലാസ് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ പത്രോസിന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കുന്നുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ കുടുംബസ്ഥനായ പത്രോസ് യേശുവിന്റെ വിളി കേട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്റെ മുമ്പിൽ ഒട്ടനവധി വെല്ലുവിളികളെ താൻ അതിജീവിച്ചുകൊണ്ട് വേണം ഈ വിളിക്ക് അനുകൂലമായി പ്രതികരിക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് തിരിച്ചു വരാനാകും. യേശുവിന് പുറകെ പോകുമ്പോൾ യേശു ഇങ്ങനെ രാവിലെ ഇറങ്ങി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നു. രാവിലെ എന്നോ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല. അങ്ങനെ സുവിശേഷ വേല ചെയ്യുക. തിരിച്ചു വീട്ടിൽ വരാൻ പറ്റുമോ? എപ്പോഴാണ് വരാൻ പറ്റുക? ഇതൊന്നും പത്രോസിന് അറിയത്തില്ല. നമുക്കറിയാം, യേശു കർത്താവ് 5 അപ്പം ശിഷ്യന്മാർക്ക് വാഴ്ത്തി ശിഷ്യന്മാരുടെ കൈ കൊടുക്കുമ്പോൾ, ആ പുരുഷാരത്തിന് കൊടുക്കുമ്പോൾ, അത് അന്ന് ശിഷ്യന്മാർ ഇങ്ങനെയാണ് യേശുവിനോട് പറഞ്ഞത്, കർത്താവ് 3 നാളായി ഇവർ നമ്മുടെ കൂടെയാ. അപ്പൊ യേശു കർത്താവിന് ഇന്റർവെൽ ഇല്ലാതെ അല്ലെങ്കിൽ ഈ തുടർമാനമായി ഇങ്ങനെ കർത്താവിന്റെ മീറ്റിംഗുകൾ നടക്കുക, തന്റെ ശുശ്രൂഷകൾ നടക്കുക. താൻ ഒരു മീറ്റിംഗ് നടത്തുമല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ, ഒരു ജനറൽ കൺവെൻഷൻ നടത്തുന്നത് പോലെ, ഒരു ക്യാമ്പ് നടത്തുന്നത് പോലെ നോട്ടീസ് അടിച്ച്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്, ഇത്ര ദിവസത്തേക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും 3, 4, 5 മണിക്കൂറൊക്കെ മീറ്റിംഗ് നടക്കാറുള്ളൂ. രാവിലെ 2 മണിക്കൂറോ 3 മണിക്കൂറോ, വൈകിട്ട് കുറച്ച് സമയം. അത് ബാക്കി സമയങ്ങളിൽ അവർക്ക് ഇന്റർവെല്ല. പക്ഷെ യേശുവിന്റെ ശുശ്രൂഷ അങ്ങനെയല്ലല്ലോ. യേശു ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയല്ലോ. കാര്യം താൻ മനുഷ്യനോട് കമ്പാഷൻ ഉള്ളവനായി തീർന്നിട്ട്, ജനത്തെ കണ്ട് മനസ്സലിഞ്ഞിട്ട് യേശു കർത്താവ് ആ ജനത്തോട് ഉപദേശിക്കുകയും, ആ ഇടയിനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനത്തെ കണ്ടിട്ട് യേശു ആ ജനത്തോട് ഉപദേശിക്കുകയും, അവരുടെ ഇടയിലെ രോഗികളെ കണ്ടിട്ട് യേശു കർത്താവ് അവരോട് മനസ്സലിഞ്ഞ് അവരോട് കൃപ തോന്നി അവരെ സൗഖ്യമാക്കുകയും ഒക്കെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലാത്തത് കൊണ്ട് യേശു കർത്താവിന് ഇന്റർവെൽ ഇല്ല, യേശു കർത്താവിന് റെസ്റ്റ് ഇല്ല. അഥവാ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും യേശു കർത്താവിന്റെ കൂടെ ജനം രാത്രിയും പകലും ഇങ്ങനെ ഇടിച്ചു നിൽക്കുമായിരുന്നു. അങ്ങനെ ആ യേശുവിന്റെ പുറകെ പത്രോസ് ഇറങ്ങിത്തിരിക്കുമ്പോ പത്രോസിന് അറിയത്തില്ല ഇനി എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുക, എപ്പം പത്രോസിന് വീട്ടിൽ പോകാമെന്ന് അറിയത്തില്ല. അവിടെ ഞാൻ പറഞ്ഞു, പത്രോസ് കുടുംബസ്ഥനാണ്, ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രിയമുള്ളവരെ, ഈ വിളി കേട്ടപ്പോ ഭാര്യയുടെ അടുത്തൊന്നും അനുവാദം ചോദിച്ചില്ല, വീട്ടിൽ അനുവാദം ചോദിച്ചില്ല. കൂടെയുള്ള അപ്പനോട് പോലും അനുവാദം ചോദിക്കാതെയാണ് പത്രോസ് ആ വിളിക്ക് വേണ്ടി അനുകൂലമായി പ്രതികരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വിളിക്ക് മറ്റാരുടെയും അനുവാദം ചോദിക്കാൻ നിൽക്കരുത്. അതിന് മറ്റാരും അനുവാദം തരത്തില്ല. അതാണ് സത്യം. ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യയും ഏറ്റവും സ്നേഹിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒന്നും അതിന് നമ്മളെ അനുവദിക്കത്തില്ല. കാര്യം അവരുടെ എല്ലാ ആഗ്രഹം നമ്മൾ നന്നായി ജീവിക്കണം, നല്ല സമ്പത്തുണ്ടാക്കണം, നല്ല സമൂഹത്തിൽ നല്ല വിലയും നിലയുള്ളവരായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അതിന് കുറച്ച് പൈസ ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് ഈ സുവിശേഷ വേലയുടെ പുറകെ പോകുമ്പോൾ അത് നമുക്ക് സാധ്യമായില്ലെങ്കിലോ എന്നുള്ള ഭയം നമ്മുടെ വീട്ടുകാർക്കുണ്ടാകും. അതുകൊണ്ട് അവരാരും അതിനെ സമ്മതിക്കുകയില്ല. അപ്പോസ്തലൻ പൗലോസ് പറയാ, പൗലോസിനെ കർത്താവിന്റെ വിളി കേട്ടപ്പോ പൗലോസിനെ യേശു കർത്താവ് വിളിച്ചപ്പോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടപ്പോ പത്രോസ് പറയാ, ഞാൻ രക്തബന്ധങ്ങളോട് ആലോചന ചോദിച്ചില്ല, തന്റെ കുടുംബക്കാരോട് ചോദിച്ചില്ല, ഞാനിതിന് പൊക്കോട്ടെ. താൻ ആ സമൂഹത്തിൽ ഉന്നതനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന സെനദ്രി സംഘത്തിലെ അംഗം. അങ്ങനെ സമൂഹത്തിൽ നാട്ടിലും വീട്ടിലും ഒക്കെ നിലയും വിലയുമുള്ള ഒരു ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യൻ. അദ്ദേഹം ആരോടും അനുവാദം ചോദിക്കാതെ യേശു കർത്താവിന്റെ വിളിക്ക് വേണ്ടി പ്രതികരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പത്രോസും അങ്ങനെ തന്നെയായിരുന്നു. പത്രോസും ആരോടും അനുവാദം ചോദിച്ചില്ല, ഒരു മനുഷ്യന്റെ അടുത്തും അഭിപ്രായം ചോദിച്ചില്ല. ഇങ്ങനെ സുവിശേഷ വേലയ്ക്കുള്ള വിളിയുണ്ട്, ഞാൻ എന്നാ ചെയ്യണ്ടേ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ നല്ലതാണോ, ഇതൊന്നും ആരോടും ചോദിച്ചില്ല. പ്രിയമുള്ളവരെ, കർത്താവാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ, കർത്താവാണ് നിന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നതെങ്കിൽ, മറ്റാരുടെയും അനുവാദം നിനക്ക് വേണ്ട, മറ്റാരും നിന്നെ സമ്മതിക്കണ്ട, മറ്റാരും നിന്നെ പ്രോത്സാഹിപ്പിക്കണ്ട. നീ യേശു കർത്താവിന്റെ വിളിക്ക് അനുകൂലമായി പ്രതികരിച്ചാൽ ഞാൻ നിങ്ങൾ പറയട്ടെ, നീ ഒരു അത്ഭുതമായി മാറും. നിന്റെ മുഴുവൻ കാര്യങ്ങളിലും യേശു കർത്താവ് ശ്രദ്ധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ആ വിളിക്ക് അനുകൂലമായി പ്രതികരിച്ച പത്രോസിന് നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. അവന്റെ വീട്ടിൽ അവന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പോ, അമ്മായിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് അവന് ഈ അമ്മായിമ്മേനോട് അശ്വരി പോകേണ്ടി വന്നില്ല. യേശു കർത്താവ് അവനെ സൗഖ്യമാക്കി, ആ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. അവന് ടാക്സ് അടയ്ക്കുന്ന സമയം വന്നപ്പോ പത്രോസ്
അതിനുവേണ്ടി മീൻ പിടിക്കാൻ അതിനുവേണ്ടി എങ്ങും ഒരു ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. യേശു പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്. ആ ചൂണ്ടയിടുമ്പോ ആദ്യം കിട്ടുന്ന മീന്റെ വായിൽ ചതുർദ്രമപ്പണമുണ്ട്, എനിക്കും നിനക്കും വേണ്ടി ആ കരമടച്ചോളൂ എന്ന് കർത്താവ് പറയാനായിട്ട് തോന്നുന്നു. അപ്പം ഈ വിളിക്ക് അനുകൂലമായി പ്രതികരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് അതിനു വേണ്ട പ്രൊഫഷനും കൂടെ നമ്മുടെ വിളിക്കകത്തുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വീണ്ടും നിങ്ങളോട് ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, യേശു നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കകത്ത് അതൊരു പാക്കേജാ. കർത്താവിന്റെ വിളി ഒരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ, നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ എല്ലാ സകല ആവശ്യങ്ങളും മുഴുവൻ നിറവേറ്റി തരാൻ, നന്നായി നിറവേറ്റി തരാൻ, ഏറ്റവും അഭിമാനത്തോടെ ജീവിക്കാൻ, ഏറ്റവും നന്നായി ജീവിക്കാൻ ആവശ്യമുള്ളത് മുഴുവൻ കർത്താവ് ആ വിളിക്കകത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ പത്രോസ് യേശു കർത്താവിന്റെ വിളി കേട്ടു. യേശു കർത്താവിന്റെ വിളി കേട്ടപ്പോ കർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഇടയായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. അപ്പൊ ഇറങ്ങിത്തിരിക്കുമ്പോ പത്രോസിന് അറിയത്തില്ല തിരിച്ചു വീട്ടിലോട്ട് വരാൻ പറ്റുമോ എന്നാണ് തിരിച്ചു വരാൻ പറ്റുന്നത്. എന്ത് പ്രതിഫലം കിട്ടും? കർത്താവിനോട് ചോദിച്ചില്ല, കർത്താവേ ഞാൻ നിന്റെ കൂടെ വരാം, നീ എനിക്ക് എന്നാ തരും, നീ എനിക്ക് എന്നാ തരും എന്ന് ചോദിച്ചില്ല. സപ്പോർട്ട് വല്ലതും തരുമോ, മാസം എന്നാ തരും, ഞാൻ എവിടെയാ താമസിക്കുക, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, ഇതൊന്നും പത്രോസ് ചോദിച്ചില്ല. ഒരു ചോദ്യവും ഇല്ല. ഞാൻ നിങ്ങളോട് പറയാം, യേശു കർത്താവിന്റെ വിളിക്ക് മറുചോദ്യമില്ലാതെ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ച മനുഷ്യനാ പത്രോസ്. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുകയില്ല, വിദ്യാഭ്യാസം ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നുണ്ട്. അപ്പം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, വലിയ ലോകപരിചയമൊന്നും ഇല്ലാത്ത ഈ പത്രോസ് യേശുവിന്റെ വിളിക്ക് അനുകൂലമായി പ്രതികരിച്ചപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, ഉന്നത കുലജാതന്മാരുണ്ടായിരുന്ന ആ സമൂഹത്തിൽ പത്രോസ് ഏറ്റവും ഉയർത്തപ്പെട്ടവനായി തീർന്നു, ഏറ്റവും മാനിക്കപ്പെട്ടവനായി തീർന്നു. ദൈവസഭയുടെ, ക്രിസ്തീയ സഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തല പ്രമുഖനായി കർത്താവ് അവനെ വിളിച്ചു വേർതിരിച്ചു. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഗവൺമെന്റ് എംപ്ലോയിമാരുണ്ടായിരുന്നു. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ യേശു കർത്താവ് തന്റെ ഉത്തരവാദിത്തങ്ങൾ പത്രോസിനെയാണ് ഏൽപ്പിക്കാനിടയായി തീർന്നത്. പത്രോസിനോടാണ് പറഞ്ഞത്, പത്രോസെ നീ ഈ ജനത്തെ നയിക്കണം, നീ എന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് പത്രോസിനോടാ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലപ്പോൾ ബലഹീനരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് തോന്നുമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കുടുംബമാണ്, ഞങ്ങളുടെ കുടുംബം വലിയ പ്രസിദ്ധമൊന്നും അല്ലല്ലോ, സമൂഹത്തിൽ വിലയും നിലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അഡ്രസ്സ് മാറ്റാൻ കഴിയുന്ന ഒരു യേശുവാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ യേശുവിന്റെ വിളിക്ക് അനുകൂലമായി പ്രതികരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അഡ്രസ്സ് മാറും, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. അതിന് വേണ്ടത് മുഴുവൻ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ വിളിക്കകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിളിക്കകത്ത് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ അതിനകത്തുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരു മനുഷ്യനെ ഒരു കളക്ടറായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ, ഒരു കളക്ടറായിട്ട് ഒരു ജില്ലയുടെ ഉത്തരവാദിത്തം കൊടുത്താൽ, ആ വിളിക്കകത്ത് അവന് വേണ്ട താമസ സൗകര്യമുണ്ട്, അവന് വേണ്ട ജീവിത ചുറ്റുപാടുകളുണ്ട്, അവന് വേണ്ട സെക്യൂരിറ്റി ഉണ്ട്, അവന് വേണ്ട പ്രൊവിഷൻ അതിനകത്തുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ അതിനകത്തുണ്ട്. ആ അപ്പോയിന്റ്മെന്റ് ചെയ്ത ആ ജില്ലയിലേക്ക് ചെന്നാൽ മതി, ആ കളക്ടറേറ്റിലേക്ക് ചെന്നാൽ മതി, അവിടെ പോയി അങ്ങ് സ്ഥാനമെടുത്താൽ മതി. നിനക്ക് വേണ്ടത് മുഴുവൻ, ആ കളക്ടർക്ക് വേണ്ടത് മുഴുവൻ ആ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ഗവൺമെന്റ് തന്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി, താൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന തന്റെ ശുശ്രൂഷകർക്ക് വേണ്ടി വേണ്ടത് മുഴുവൻ കൊടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇതൊന്നും അറിയാതെയാ പത്രോസിന്റെ പുറകെ പോകുന്നത്. എന്ന് തിരിച്ചു വരുമെന്ന് അറിയത്തില്ല, എന്ത് പ്രതിഫലം കിട്ടുമെന്ന് അറിയത്തില്ല, കുടുംബത്തെ എങ്ങനെ പുലർത്തും, ഒരു കുടുംബസ്ഥനാണല്ലോ, ആ കുടുംബത്തെ എങ്ങനെ പുലർത്തും, അവർക്ക് ആഹാരം വേണമല്ലോ, അവർക്ക് വസ്ത്രം വേണമല്ലോ, ഇതൊന്നും പത്രോസ് ചിന്തിക്കുന്നില്ല. ആ വിളി കേട്ടപ്പോ തന്നെ അപ്പോൾ തന്നെ കർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല ശിഷ്യനാണ് ഈ പത്രോസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു ഇദ്ദേഹം വിവാഹിതനായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവും തന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് പത്രോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പത്രോസിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ കാണുന്നത് പത്രോസിന്റെ അമ്മായിയമ്മ, മദറിൻലോ, അദ്ദേഹം സുഖമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. പനി പിടിച്ച്, ജ്വരം പിടിച്ച് ഈ പത്രോസിന്റെ അമ്മായിയമ്മ ആ വീട്ടിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോ
പത്രോസ് വിവാഹിതനാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ല. അത്രമാത്രം വ്യക്തമായി പത്രോസ് വിവാഹിതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരും. ചിലപ്പോഴൊക്കെ യേശു കർത്താവിന്റെ സഹോദരന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കസിൻസ് ആണെന്നൊക്കെ പല ആൾക്കാരും അഭിപ്രായപ്പെടാറുണ്ട്. അമ്മായിയമ്മ എന്ന് പറയുന്നത് അത് വേറെ ആരുടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അമ്മായിമ്മ എന്ന് പറയണമെങ്കിൽ അത് ഭൂമിയിൽ ഒരാളെ അമ്മായിമ്മയുള്ളൂ, അത് ഭാര്യയുടെ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയട്ടെ, പത്രോസ് അമ്മായിമ്മ ഉണ്ടായിരുന്നു, പത്രോസ് വിവാഹിതനായിരുന്നു. ആ വിവാഹിതനായിരുന്നത് കൊണ്ടാണ് പത്രോസിന്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മായിയമ്മ സുഖമില്ലാതിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് തർക്കമില്ലാതിരിക്കാൻ എഴുതി വെച്ചിട്ടുള്ളത്. പത്രോസിന്റെ കുടുംബചരിത്രം എഴുതുന്നതല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലക്ഷ്യം. എങ്കിലും നമ്മളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് കൃത്യമായി എഴുതി. പത്രോസിന്റെ അമ്മായിയമ്മ സുഖമില്ലാതിരിക്കുന്നു, പനിയായിട്ട് കിടക്കുകയായിരുന്നു. യേശു അവളുടെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു, അവളെ സൗഖ്യമാക്കി. ആ അമ്മായിയമ്മ ഈ യേശുവിനും ശിഷ്യന്മാർക്കും പിന്നെ വിരുന്നു കൊടുത്തു, അവരെ ശുശ്രൂഷിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പത്രോസിന് വിവാഹിതനായിരുന്നു എന്നും കുടുംബം ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനിടയായി തീരും. അപ്പോ യേശു കർത്താവിന്റെ വിളി കേട്ടപ്പോ കുടുംബസ്ഥനായ മനുഷ്യൻ കുടുംബത്തെ എങ്ങനെ പുലർത്തുന്നു ഓർക്കാതെ, താൻ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നു അറിയാതെ യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ പത്രോസിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും വരികയില്ല. പത്രോസിന് ഫുഡ് കിട്ടും, പത്രോസിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ചിലപ്പോൾ വിചാരിക്കാം. പക്ഷെ തന്റെ കുടുംബത്തെ കുറിച്ച് പത്രോസ് ചിന്തിച്ചേ ഇല്ല. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയമുള്ളത്, നിങ്ങളുടെ വിളി അത്ര നല്ലതാണ്. യേശു കർത്താവിന്റെ വിളിക്കകത്ത് നിങ്ങൾ അനുകൂലമായി പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം കർത്താവ് നോക്കും, നിങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് നോക്കും. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ, എന്നോടൊരിക്കല് ഒരു ദൈവദാസൻ ഇങ്ങനെ, പണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആ സമയത്ത് ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടും ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വീട് വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നപ്പോ നിങ്ങളുടെ മനസ്സിൽ ഭാരമുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച സമയം ആ ദിവസങ്ങളിൽ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോ നിങ്ങൾക്ക് ഭാരമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുറെ പണികളുണ്ട്. അത് ചിലപ്പോൾ ചെറിയ ചെറിയ പണിയായിരിക്കും, ചിലപ്പോൾ പശുവിന് പുല്ല് എത്തുന്നതായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ വെള്ളം കോരി കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ വിറകിട്ട് വീട്ടിൽ കൊടുക്കുന്നതായിരിക്കും, എന്തെങ്കിലും വല്ലട്ടെ. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് മുഴുവൻ കർത്താവ് ഭംഗിയായി നിറവേറ്റും. നിങ്ങൾ അവിടെ ഇല്ലല്ലോ എന്നോർത്ത് അതിനൊന്നും ഒരു തടസ്സവും വരികയില്ല, കർത്താവ് ചെയ്യും എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശു കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കർത്താവ് ഏറ്റെടുക്കും, കർത്താവ് അത് നോക്കും. നമുക്കറിയാം, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സൈന്യത്തിലേക്ക് ഒരു മനുഷ്യൻ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പട്ടാളക്കാരനായിട്ട് ജീവിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഗവൺമെന്റ് ആണ് നടത്തുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളപ്പോ പല പട്ടാളക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പട്ടാള ക്യാമ്പിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കറിയാം, ഒരു പട്ടാളക്കാരന്റെ എല്ലാ കാര്യവും അദ്ദേഹത്തിന് ഇല്ലന്റ് മേടിക്കാൻ പൈസ കൊടുക്കണ്ട, കത്തയക്കാൻ ഇല്ലന്റ് മേടിക്കാൻ പൈസ കൊടുക്കണ്ട, മണി ഓർഡർ അയച്ചാൽ മണി ഓർഡർ ഫീസ് ഇല്ല. എന്തിന്? വീട്ടിലേക്ക് കറണ്ട് എടുക്കാൻ ടെലിഫോൺ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് എടുക്കണമെങ്കിൽ നല്ല പൈസ മുടക്കാം. പക്ഷെ ഒരു പട്ടാളക്കാരന്റെ വീട്ടിൽ കറണ്ട് എടുക്കുന്നതിന് ഇലക്ട്രിക് പോസ്റ്റിന് പൈസ കൊടുക്കണ്ട, ഗവൺമെന്റ് ഇട്ട് കൊടുക്കും. ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കും. ഞാൻ നിങ്ങൾ പറയാം, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ്, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ ഒരു ഗവൺമെന്റ് തന്റെ രാജ്യത്തിലെ പട്ടാളക്കാരന് വേണ്ടി, തന്റെ സൈന്യത്തിന് വേണ്ടി കാര്യങ്ങളെല്ലാം അവരുടെ കാര്യം മാത്രമല്ല അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളും കൂടെ വളരെ കൃത്യമായി നോക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലെ കർത്താവ്, സ്വർഗത്തിലെ ഗവൺമെന്റ് തന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന, ആ ഗവൺമെന്റിൽ ജോയിൻ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരുടെയും മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാൻ യേശു കർത്താവും സ്വർഗവും നിനക്ക് വേണ്ടി റെഡിയാ. നീ തീരുമാനിക്കണം, കർത്താവിന്റെ കൂടെ നടക്കാൻ റെഡിയാണോ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ റെഡിയാണോ, കർത്താവിന് വേലയ്ക്ക് റെഡിയാണോ. നീ കർത്താവിന് വേലയ്ക്ക് റെഡിയാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ മുഴുവൻ കർത്താവ് നടത്തും. നീ നടത്തുന്നതിനേക്കാൾ ഭംഗിയായി, നീ ഇതുവരെ നടത്തിയത് എങ്ങനെയാണോ അതിനേക്കാൾ രാജകീയമായി കർത്താവ് നിന്റെ കാര്യങ്ങളൊക്കെ നടത്തും. ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു അനുഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു സ്കൂൾ വിട്ട് ഒരു കൊച്ച് നിരന്തരം ഒരു കടയുടെ മുമ്പിൽ കൂടിയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ആ കൊച്ച് ഇങ്ങനെ കടയുടെ മുമ്പിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കൊച്ചിന്റെ പൈസ ഇല്ല, ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച. അതുകൊണ്ട് ആ കൊച്ച കടയിൽ നിന്ന് മുട്ടായൊന്നും മേടിച്ചിട്ടില്ല. ബാക്കി ആൾക്കാരൊക്കെ മുട്ടായി മേടിക്കുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ കടക്കാരൻ ആ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഒരു കൈ മുട്ടായി വാരിയെടുത്തോ എന്ന് പറഞ്ഞ് മുട്ടായി ഭരണി തുറന്നു കൊടുത്തു. ആ കൊച്ചിന് മുട്ടായി ഭരണി തുറന്നു കൊടുത്തപ്പോ ആ കൊച്ച് മുട്ടായി ഭരണിക്കകത്ത് കൈയിട്ടില്ല. നമുക്കറിയാം, പിള്ളേരൊക്കെ മുട്ടായി കണ്ട അവർ പെട്ടെന്ന് അതെടുക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ആ കൊച്ച് അതെടുക്കാൻ ആഗ്രഹിച്ചില്ല, മുട്ടായി പത്രത്തിൽ കൈയിട്ടില്ല. പകരം ആ കൊച്ചു പറഞ്ഞു,
ചേട്ടൻ തന്നെ എടുത്ത് തന്നാ മതി എന്ന് പറയേണ്ടതായി തീർന്നു. ഉടനെ ആ കടക്കാരൻ ഒരു കൈ മുട്ടായി വാരി ഈ കൊച്ചിന്റെ കൈ കൊടുത്തു. ആ കൊച്ചിന്റെ കൈക്കകത്ത് അത് പിടിക്കാൻ പറ്റിയല്ലാത്തത് കൊണ്ട്, അത് കൂടുതലായതുകൊണ്ട് ആ കൊച്ചിന്റെ ഉടുപ്പ് ഇങ്ങനെ പൊക്കി പിടിച്ചു. ഉടുപ്പിങ്ങനെ മടക്കി പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. ആ കൊച്ചിന്റെ ഉടുപ്പിന്റെ അകത്തേക്ക് ആ മുട്ടായി കടക്കാരൻ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ആ കടക്കാരന് അത്ഭുതം തോന്നി. ഈ കൊച്ചെന്നെ മുട്ടായി എടുക്കാത്തത്, ഇവൻ നല്ല കൊച്ചാണല്ലോ, ഇവൻ എന്നെ ഇങ്ങനെ എടുക്കാഞ്ഞത് എന്ന് ഓർത്തിട്ട് ആ കൊച്ചിനോട് ചോദിച്ചു, മോനെ നീ എന്നോട് മുട്ടായി എടുത്തോളാൻ പറഞ്ഞപ്പോ നീ എന്നാ മോനെ മുട്ടായി എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആ കൊച്ചു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ചേട്ടാ ഇത് കണ്ടോ, എന്റെ കൈ ചെറിയ കൈയാ, ചേട്ടന്റെ കൈയാണ് വലിയ കൈയാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നീ ചെയ്യുന്നത് പോലെയല്ല കർത്താവ് ചെയ്യുന്നത്, നീ ചെയ്യുന്നതിനേക്കാൾ അത്ഭുതകരമായി. അതുകൊണ്ടാ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്താൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ രാജകീയമായി നടത്താൻ എൻ്റെ യേശുവിന് അറിയാം. അതുകൊണ്ട് ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല പത്രോസ് യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ വിളി കേട്ടപ്പോ ആ വിളിക്കകത്തേക്ക് എടുത്തു ചാടിയ ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പത്രോസ് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. നമ്മളെപ്പോലെ തന്നെ കുടുംബമുള്ളവരാ, നമ്മളെപ്പോലെ തന്നെ കുടുംബക്കാരുള്ളവരാ, നമ്മളെപ്പോലെ തന്നെ ഉത്തരവാദിത്തങ്ങളുള്ളയാളാ. ഡിപ്പോസിറ്റ് ഒന്നുമില്ല. ഒരു രാത്രി മീൻ കിട്ടാതെ വന്നപ്പോ പത്രോസിന്റെ മനം നൊന്തു. പത്രോസ് കരയുക, പത്രോസ് വിഷമിക്കുക. ഇന്ന് എന്ത് ചെയ്യും, എന്റെ ഇന്നത്തെ കാര്യം തന്നെ ആകും എന്നോർത്ത് ഭാരപ്പെടുന്ന അത്രമാത്രം ദരിദ്രമായ കുടുംബത്തിൽ നിന്നാണ് ഈ വിളി കേട്ട് പത്രോസ് ഇറങ്ങുന്നത്. ഞാൻ ഒരിക്കല് തിരുവനന്തപുരത്ത് ഒരു ഹാർബറിൽ മീൻ മേടിക്കാൻ വേണ്ടി പോയതാ. ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഹാർബറിൽ ചെന്നപ്പോ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. രാവിലെ വള്ളം കരക്കടിപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ രണ്ട് കൈയും ആ വള്ളത്തെ പിടിച്ച് വള്ളത്തിനകത്തോട്ട് നോക്കി കരഞ്ഞോണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കരഞ്ഞോണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു. ഞാൻ സംസാരിച്ചു, ആ മനുഷ്യനുമായിട്ട് മിണ്ടി. ആ മനുഷ്യനോട് ചോദിച്ചു, എന്നാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്നാ സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ ഈ വള്ളം വാടകയ്ക്ക് എടുത്തതാ, ഞാൻ ഈ വള്ളത്തിന്റെ മിഷന് വേണ്ടി മണ്ണെണ്ണ കടം മേടിച്ചൊഴിച്ചതാ, ഞാൻ എൻ്റെ കൂടെ പണിക്കാരുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പോയതാ. പക്ഷേ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ വാടക എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പണിക്കാർക്ക് എങ്ങനെ ജോലിക്ക് കൂലി കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരു മുക്കുവനായൊരു മനുഷ്യൻ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അവസ്ഥയിലായിരുന്നു പ്രിയമുള്ളവരെ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ പത്രോസിന്റെ ജീവിതവും പത്രോസിന്റെ പടകും അങ്ങനെയായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ, ഇന്നെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതെ, ഇന്ന് എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് യേശു കർത്താവിന്റെ വിളി കേട്ടത്. പ്രിയമുള്ളവരെ, പത്രോസ് ഒന്നും നോക്കുന്നില്ല, എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി മീൻ വിറ്റിട്ട് പൈസ കൊണ്ട് കൊടുത്തെങ്കിൽ വീട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പത്രോസ് അത് ചിന്തിച്ചില്ല. പത്രോസ് ആ വിളി കേട്ടിട്ട് അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ യേശു കർത്താവ് വിളിക്കുമ്പോ, ദൈവത്തിന്റെ വിളി നിന്റെ ചെവിയിൽ കേൾക്കുമ്പോ, നിന്റെ കാതുകളിൽ ദൈവിക വിളി കേൾക്കുമ്പോ ആ വിളിക്ക് അനുകൂലമായി നീ പ്രതികരിച്ചാൽ നിന്റെ ഒരു കാര്യത്തിലും ഒരു കുറവും വരികയില്ല. അത്ഭുതകരമായി രാജകീയമായി കർത്താവ് നിങ്ങളെ നടത്താൻ കർത്താവിനറിയാം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അടുത്ത രണ്ടാമത്തെ ചിന്ത ഇതാണ്, പത്രോസിന്റെ ഭവനം ഗലീലായിലെ യേശു കർത്താവിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു. ആ ഗലീലായിലേക്ക് വരുമ്പോ യേശു കർത്താവിന് ഗലീലായ ചുറ്റും 9 പട്ടണം, ആ ഗലീലായ്ക്ക് ചുറ്റുമായിട്ട് 9 പട്ടണങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. എങ്കിലും കപ്പർന്നഹൂമായിരുന്നു യേശു കർത്താവിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ആ പത്രോസിന്റെ വീടുള്ള ആ കപ്പർന്നഹൂമിലാണ് യേശു കർത്താവിനെ പലപ്പോഴും നമ്മൾ കാണുന്നത്. യേശു കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ഗലീല, യഹൂദ എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. യഹൂദയിലാണ് അല്ലെങ്കിൽ യെരുശലേമിലാണ് ദേവാലയം ഉള്ളത്. അവിടെയാണ് യേശു കർത്താവ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് താൻ ഗലീലയിലേക്ക് വരും. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ശമരിയ പട്ടണം ഉള്ളത്, ശമരിയ ഉള്ളത്. അതുകൊണ്ട് ഒരിക്കൽ യേശു കർത്താവ് ആ ശമരി വഴി പോയി. ശമരി വഴി യഹൂദന്മാരും പോകത്തില്ല. ഒരിക്കൽ യേശു കർത്താവ് അതിലെ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഗലീലായിൽ വരുമ്പോ യേശു കർത്താവ് കഫർന്നഹൂമിലായിരുന്നു യേശു കർത്താവിന്റെ പ്രവർത്തന മേഖല കൂടുതലും. യേശുവിന് വീട്ടിൽ ചെല്ലുമ്പോൾ യേശു കർത്താവിന്റെ സഹോദരന്മാർ പറയും, നീ യഹൂദയിലേക്ക് അല്ല, യെരുശലേമിലേക്ക് അല്ല, ആ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവിടെയാ പോകേണ്ടത്, അവിടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് ഗലീല പട്ടണം അത് സംസ്കാരശൂന്യമായ പട്ടണമാണ്. ഗലീല പട്ടണം
അത്ര മോഡേൺ അല്ല. അതുകൊണ്ട് നീ പട്ടണത്തിൽ പോയി സുവിശേഷ വേല ചെയ്യേ. അവിടെ ചെയ്യുമ്പോഴാണ് നിനക്ക് നീ പ്രസിദ്ധനായി തീരുന്നത് എന്നൊക്കെ യേശുവിന്റെ സഹോദരന്മാർ പറയായിരുന്നു. ഈ യേശു കർത്താവ് ഗലീലയിൽ വരുമ്പോ കഫർന്നഹൂം കേന്ദ്രമായിട്ടാണ് യേശു കർത്താവിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. യേശുവിന് പാർക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഈ പത്രോസിന്റെ വീടായിരുന്നു ഉപയോഗിച്ചത്. പത്രോസിന്റെ വീട്ടിലായിരുന്നു യേശു കർത്താവ് പ്രസംഗത്തിന് വേണ്ടി സമയം കണ്ടെത്തിയത്. അവിടെയായിരുന്നു വിശ്രമിക്കുന്നത്, അവിടുന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ യേശുവിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, യേശുവിന് ഒരാൾ കൊടുത്താൽ പോരാ, യേശുവിന്റെ 12 ശിഷ്യന്മാർ കൊടുത്താൽ പോരാ. എപ്പോഴും യേശുവിന്റെ കൂടെ ഒരു പറ്റ ആൾക്കാരുണ്ടായിരുന്നു. യേശു കർത്താവിന് പല വീട്ടിൽ വിരുന്ന് കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എല്ലാം ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ യേശു കർത്താവ് ഉള്ളിടത്ത് ചുറ്റും ആൾക്കാരുണ്ട്, യേശുവിന്റെ കൂടെ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ആഹാരം കൊടുക്കണം. അപ്പോൾ ഈ പത്രോസിന്റെ വീട്ടുകാർക്ക്, പത്രോസിന് അതിന് യാതൊരു മടിയില്ലായിരുന്നു. അങ്ങനെ എല്ലായ്പ്പോഴും അവിടെ ഗലീലായി ചെല്ലുമ്പോഴൊക്കെ കഫർന്നഹൂമിൽ പോയി അവിടെ ശുശ്രൂഷിക്കുന്നത് പത്രോസിന്റെ വീട് കേന്ദ്രമാക്കിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീർന്നത്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ കഫർന്നഹൂമിലെ ഒരു വീട്ടിൽ യേശു ശുശ്രൂഷിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വീട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ വീട്ടിൽ കാലുകുത്താൻ ഇടയില്ലാത്തതുപോലെ, പെരക്കകത്ത് കാലുകുത്താൻ ഇടയില്ലാത്തതുപോലെ ജനമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയാണ് 4 പേര് ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ കിടക്കയിൽ എടുത്തോണ്ട് വരുന്നത്. ആ കിടക്കയിൽ എടുത്തോണ്ട് വന്നിട്ട് പെരയുടെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് ഈ രോഗിയെ യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി. എന്നെ കാര്യം, യേശുവിന്റെ അടുത്തേക്ക് അല്ലാതെ കൊണ്ടുചെല്ലാൻ പറ്റുന്നില്ല, ജനക്കൂട്ടം കാരണം അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറ്റാത്തത് കൊണ്ട് ഈ വീടിന്റെ മേൽക്കൂര പൊളിച്ച് പത്രോസ് ആ വീട്ടിലേക്ക് ഇറക്കുമ്പോൾ ആ വീട് പത്രോസിന്റെ വീടായിരുന്നു എന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അപ്പോ ഈ പത്രോസിന്റെ വീട് കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഞാൻ പറയട്ടെ, തന്നെ മാത്രമല്ല, തന്റെ വീടും തന്റെ കുടുംബാംഗങ്ങളെയും തന്റെ വള്ളവും തനിക്കുള്ളതെല്ലാം യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ മൊത്തമായി കൊടുത്തു. പലപ്പോഴും നമ്മളൊക്കെ പാട്ട് പാടും, എന്നെയും എനിക്കുള്ള സകലത്തെയും കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷേ പലപ്പോഴും ചെയ്യാറുണ്ടോ? പത്രോസ് തന്റെ വീട് മുഴുവൻ, തനിക്കുള്ളതെല്ലാം തന്നെ കർത്താവിന് കൊടുത്തു. തന്റെ വള്ളം കർത്താവിന് വേണ്ടി കൊടുത്തു. തന്റെ വീട് അത് പൊളിക്കുവോ, അത് എന്നെ ചെയ്തോട്ടെ, അതിനൊരു പത്രോസിന് യാതൊരു തടസ്സവും ഇല്ല. നമ്മുടെ വീടിന്റെ ഓരോ ഓടിളക്കിയാൽ നമ്മൾ സമ്മതിക്കുകയില്ല. പക്ഷേ പത്രോസിന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ചവർ കട്ടിലിറക്കാൻ പരുവത്തിന് ഒരു മേൽക്കൂര പൊളിക്കുമ്പോഴും പത്രോസ് ഒന്നും മിണ്ടുന്നില്ല. എന്റെ കാര്യം അറിയാവോ? എന്റെ കർത്താവ് സർവശക്തനാണെന്ന് പത്രോസിന് അറിയായിരുന്നു. നമ്മുടെ കർത്താവിനെ നന്നായി മനസ്സിലാക്കിയ ആളാണ് പത്രോസ്. അതുകൊണ്ട് പത്രോസിന്റെ വീട് പൊളിക്കുന്നത് യാതൊരു മടിയും ഇല്ലാതെ പത്രോസ് സമ്മതിച്ചു. പത്രോസ് ഒരു കുഴപ്പവും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, തനിക്കുള്ളത് മുഴുവൻ, തന്റെ വീട്ടുകാരെ, തന്റെ വീട്, തന്റെ വള്ളം, തന്റെ ജീവിതം മൊത്തം കർത്താവിന് സമർപ്പിച്ചു. ഇതാണ് സമർപ്പണം. അങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്. എനിക്കെന്ത് കിട്ടുമെന്ന് നോക്കിയല്ല കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. എനിക്കെന്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല സുവിശേഷ വേല ചെയ്യേണ്ടത്. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും? എനിക്ക് കർത്താവിന് എന്ത് കൊടുക്കാൻ പറ്റും? എന്നെ കൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതായിരിക്കട്ടെ നമ്മുടെയൊക്കെ ചിന്ത, പ്രിയമുള്ളവരെ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഞാൻ 2 ആഴ്ച മുമ്പ് എൻ്റെ സഭയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവർ, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, നല്ല വീടുള്ള പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടല്ല ഇറങ്ങുന്നത്. ഞാനൊരു ഇടുക്കിക്കാരനാണ്. ഞാൻ ഇടുക്കിയിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ ഇടുക്കിയിലാണ് എൻ്റെ വീട്, എൻ്റെ ചർച്ച് ഒക്കെ ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ പ്രത്യേക അവസ്ഥ, ഇപ്പോൾ പോലും ദൈവദാസന്മാർക്ക് നല്ലൊരു വീടുള്ള ദൈവദാസന്മാരില്ല, ഒരു നല്ല വണ്ടിയുള്ള ദൈവദാസന്മാരില്ല, നല്ല ജീവിത സൗകര്യങ്ങളുള്ള ദൈവദാസന്മാരില്ല. അപ്പോ ഇതൊന്നുമില്ലാതെ കഷ്ടതയുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും ആഹാരമില്ലാതെയും വസ്ത്രമില്ലാതെയും ഒക്കെ സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ കണ്ടിട്ടാ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അല്ലാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ കാറ് കിട്ടുമെന്ന് ഓർത്തിട്ടോ, വീട് കിട്ടുമെന്ന് ഓർത്തിട്ടോ, അമേരിക്കയ്ക്ക് പോകാമെന്ന് ഓർത്തിട്ടോ ഒന്നും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതല്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, പത്രോസ് കർത്താവിന്റെ വിളി കേട്ടിറങ്ങുമ്പോഴും പത്രോസിന് ഒന്നും പ്രതീക്ഷയില്ല. പത്രോസിന് സിംഹാസനം കിട്ടും, റോമിൽ സിംഹാസനം ഉണ്ടെന്നൊക്കെയാ നമ്മളൊക്കെ പറയുന്നത്, നമ്മൾ അങ്ങനെയൊക്കെയാ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ സിംഹാസനം ഒന്നും കണ്ടുകൊണ്ടല്ല പത്രോസ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. പത്രോസിനെ സഭയുടെ മൂപ്പനാക്കും, പത്രോസിനെ സഭയുടെ പോപ്പാക്കും എന്നൊന്നും പ്രതീക്ഷിച്ചല്ല പത്രോസ് കർത്താവിന്റെ വിളിക്ക് അനുകൂലമായി പ്രതികരിക്കുന്നത്.
കർത്താവെ നീ എന്നെ എന്ത് ആക്കിയാലും, നീ എന്നെ എങ്ങോട്ട് അയച്ചാലും, കർത്താവെ നീ എന്നോട് എന്തു പറഞ്ഞാലും ഞാൻ അത് ചെയ്യാൻ റെഡിയാ കർത്താവെ എന്ന തീരുമാനത്തോടെയാ ഈ പത്രോസ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചത്. തന്നെ മാത്രമല്ല, തനിക്കുള്ളത് മുഴുവൻ, തന്റെ സകലതും യേശു കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തവനാണ് ഈ പത്രോസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അങ്ങനെ കർത്താവിനേക്കാൾ അധികമായി ഒന്നും ഈ പത്രോസിന് തടസ്സമായിരുന്നില്ല. കുടുംബം കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് കപ്പർനഹൂമിലെ പത്രോസിന്റെ വീട്ടിലായിരുന്നു ഈ ശുശ്രൂഷകളെല്ലാം തന്നെ നടത്തുന്നത്. തന്റെ ജീവിതത്തിലുള്ള എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുന്നവനായിരുന്നു ഈ പത്രോസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്ത പ്രത്യേകത, വിവാഹം ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമല്ല. പലപ്പോഴും സുവിശേഷ വേലയ്ക്ക് കുടുംബം തടസ്സമാണെന്നൊക്കെ പറയാറുണ്ട്. തടസ്സമല്ല, നമ്മുടെ കുടുംബം സുവിശേഷ വേലയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അത് പത്രോസിന്റെ ആ കുടുംബത്തിലേക്ക് കർത്താവിന് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്നത് കർത്താവിന് അറിയാം. അവിടെ അമ്മയുണ്ട്, അവിടെ ഭാര്യയുണ്ട്, അവിടെ പത്രോസിന് വീട്ടുകാരുണ്ട്. പത്രോസിന് വേണ്ടതെല്ലാം, യേശുവിന് വേണ്ടതെല്ലാം അവർ കൊടുത്തോളും. അവർക്ക് യേശുവിന് വേണ്ട ആഹാരവും സൗകര്യങ്ങളും ഒക്കെ ഈ വീട്ടുകാർ കൊടുക്കുമെന്നറിയാം. അപ്പൊ നമ്മുടെ കുടുംബം നമ്മുടെ കർത്താവിന്റെ വേലയ്ക്ക് ഒരു അനുഗ്രഹമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കുടുംബം കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമല്ലെന്ന് പത്രോസിന്റെ ജീവിതം നമ്മളെ വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനേക്കാൾ അധികമായ സ്ഥാനവും അവകാശവും മറ്റാർക്കും നൽകരുത്. മറ്റാർക്കും നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്ഥാനം അത് യേശു കർത്താവിനായിരിക്കണം. ഒന്നാമത്തെ സ്ഥാനം കുടുംബത്തിനാകരുത്. ഒന്നാമത്തെ സ്ഥാനം ഭാര്യയ്ക്കാകരുത്. ഒന്നാമത്തെ സ്ഥാനം മക്കൾക്കാകരുത്. ഒന്നാം സ്ഥാനം യേശു കർത്താവിനായിരിക്കണം. രണ്ടാം സ്ഥാനമാണ് നമ്മുടെ കുടുംബത്തിനുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വിളി കേട്ടപ്പോ യേശുവിനെ മറ്റെല്ലാത്തിനേക്കാളും അധികം സ്നേഹിക്കാൻ ഈ പത്രോസിന് യാതൊരു മടിയും തോന്നിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ഇനി എബ്രായ ലേഖനം, പത്രോസ് വിവാഹിതനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വാക്യം വായിക്കുന്നത്: വിവാഹം എല്ലാവർക്കും മാന്യമാണ്, അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. വിവാഹം ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ല. വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് അയ്മേനിയാണെങ്കിലും, അത് തിരുമേനിയാണെങ്കിലും, അത് പണ്ഡിതനാണെങ്കിലും, അത് പാമരനാണെങ്കിലും, അത് ഉന്നത കുലജാതനാണെങ്കിലും, അത് താഴ്ന്ന കുലത്തിലുള്ളവരാണെങ്കിലും, ഞാൻ പറയട്ടെ, സകല മനുഷ്യരെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എല്ലാവർക്കും മാന്യമായ ഒരു കാര്യമാണ് വിവാഹം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അത് തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ പ്രത്യേകത, തിമോത്തിയോസിന്റെ ലേഖനം, തീത്തോസിന്റെ ലേഖനമൊക്കെ ഇടയ ലേഖനങ്ങളാണ്. ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കർത്താവിന്റെ സഭയെ നടത്തേണ്ടത്, എങ്ങനെയാണ് ജനത്തെ നയിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ലേഖനങ്ങളാണ്. അവരെങ്ങനെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ വളരെ വ്യക്തമായ സുവിശേഷ വേലക്കാർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ലേഖനങ്ങളാണ് തീത്തോസിന്റെ ലേഖനവും തിമോത്തിയോസിന്റെ 1-2 ലേഖനങ്ങളും ഒക്കെ. ആ തിമോത്തിയോസിന്റെ ലേഖനം, ഒന്നാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ വളരെ കൃത്യമായി അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, സഭയുടെ അധ്യക്ഷൻ വിവാഹിതനായിരിക്കണം എന്നാണ് കൃത്യമായി ഓർമ്മിപ്പിക്കാനിടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വിരോധമായിട്ട് കർത്താവ് ചെയ്യത്തില്ല. എഴുതപ്പെട്ട പ്രമാണത്തിന് വിരോധമായി ചെയ്യുന്നയാളല്ല കർത്താവ്. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, പത്രോസ് വിവാഹിതനായിരുന്നു. പത്രോസിനെ സഭ ഏൽപ്പിക്കുമ്പോൾ ഈ വാക്യം എഴുതപ്പെടാനിരിക്കുമ്പോൾ കർത്താവിനറിയാം ഇത് കർത്താവിന്റെ ആ വചനം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ദൈവം പറഞ്ഞതാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ദൈവത്തിനറിയാം ഇത് സഭയുടെ ശുശ്രൂഷകളുടെ നിയമമാണ്. അതുകൊണ്ട് വിവാഹിതരായിരിക്കണം എന്നുള്ള കാര്യം കർത്താവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ പത്രോസ് ആ സഭയുടെ അധ്യക്ഷനായതുകൊണ്ട് അദ്ദേഹം വിവാഹിതനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നു, അധ്യക്ഷൻ കുടുംബമുള്ളവനായിരിക്കണം. അധ്യക്ഷൻ മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ, ആ മക്കളെയും കുടുംബത്തെയും പൂർണ്ണ ഗൗരവത്തോടെ പരിപാലിക്കുന്നയാളായിരിക്കണം എന്നാണ് ദൈവസഭയുടെ പ്രമാണം. വിശുദ്ധ വേദപുസ്തകമാണ് ക്രിസ്തീയ സഭയുടെ പ്രമാണം. ആ ക്രിസ്തീയ സഭയുടെ പ്രമാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഭാധ്യക്ഷൻ വിവാഹിതനായിരിക്കണം, കുടുംബത്തെ നന്നായി ഭരിക്കുന്ന ആളായിരിക്കണം, നന്നായി പരിപാലിക്കുന്ന ആളായിരിക്കണം, നന്നായി നോക്കുന്ന ആളായിരിക്കണം. സ്വന്തം കുടുംബത്തെ നോക്കാൻ അറിയാത്തയാൾ എങ്ങനെ ദൈവസഭയെ പരിപാലിക്കും എന്നാണ് വിശുദ്ധ വേദപുസ്തകം ലേഖനങ്ങളിൽ നമ്മൾ വായിക്കേണ്ടതായിത്തീരുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം പത്രോസ് വിവാഹിതനാണ്
പത്രോസിനെ കർത്താവ് അങ്ങനെ തന്നെയാണ് ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരും. വീണ്ടും താഴ്ത്തു വരുമ്പോ പ്രിയമുള്ളവരെ, പത്രോസിന്റെ പ്രവർത്തന കാലം, കർത്താവിന്റെ വേലയിൽ പത്രോസ് ശുശ്രൂഷിക്കുന്ന സമയം അതെപ്പോഴായിരുന്നു, എവിടെയായിരുന്നു എന്ന് നോക്കിയാൽ AD 29 മുതൽ AD 35 വരെ ജെറുസലേമിൽ ഈ സഭയുടെ ശുശ്രൂഷകനായി പത്രോസ് ശുശ്രൂഷിച്ചു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കാൻ ഇടയാക്കുന്നത്. AD 29 മുതൽ 35 വരെയുള്ള സമയങ്ങളിൽ ജെറുസലേം കേന്ദ്രമായിട്ടാണ് പത്രോസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അന്ന് സഭയുടെ സഭാധ്യക്ഷൻ യാക്കോബായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ യെരുശലേം സഭയിൽ വെച്ച് ഒന്നാമത്തെ കൗൺസിൽ കൂടുമ്പോൾ, ഒന്നാമത്തെ സൂനകദോസ്, സഭയുടെ ഒന്നാമത്തെ സൂനകദോസ് ജെറുസലേം കൗൺസിൽ കൂടുന്നത് 15-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് ഒന്നാമത്തെ സൂനകദോസ് നടക്കുന്നത്. ആ ഒന്നാം സൂനകദോസ് നടക്കുമ്പോൾ അത് യഹൂദന്മാരിൽ നിന്ന് ജാതികളും യഹൂദന്മാരും യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവര് എന്തൊക്കെ ചെയ്യണം, ജാതികൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയായിരുന്നു സഭയുടെ ഒന്നാമത്തെ സൂനകദോസ്. ആ ഒന്നാമത്തെ സൂനകദോസിന്റെ അധ്യക്ഷൻ യാക്കോബായിരുന്നു എന്നാണ് അധ്യായം വായിച്ചു വരുമ്പോൾ അന്തിമമായി അവസാനമായി തീരുമാനങ്ങൾ ഉറപ്പിക്കുന്നത്, തീരുമാനങ്ങൾ പറയുന്നത് യാക്കോബാണ് എന്ന് നമുക്കറിയാം. ആ സൂനകദോസിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് യാക്കോബായിരുന്നു. ആ യാക്കോബ് യേശുവിന്റെ ശിഷ്യനായ യാക്കോബല്ല, പകരം യേശുവിന്റെ സ്വന്തം സഹോദരനായ യാക്കോബാണ്. യേശുവിന്റെ ശിഷ്യനായ യാക്കോബ് 12-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു, അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്ന യാക്കോബ് ഹേരോദാവ് വാളുകൊണ്ട് കൊന്നു. അപ്പോ യേശുവിന്റെ ശിഷ്യൻ യാക്കോബ് ഇല്ല. ഇപ്പോ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യേശുവിന്റെ സഹോദരനായ യാക്കോബ് ആ സഭയുടെ പരമാധ്യക്ഷനായി ഒന്നാം സൂനകദോസ് നടത്തുന്നത് നമുക്ക് കാണാം. അപ്പൊ ഈ യെരുശലേമിൽ പത്രോസ് ശുശ്രൂഷിക്കുമ്പോ, ആ സഭയുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സഭയുടെ അധ്യക്ഷൻ യാക്കോബായിരുന്നു. ആ യാക്കോബിന് യേശുവിന്റെ കാലത്ത്, യേശുവിന്റെ ശിഷ്യനല്ല യാക്കോബ്, യേശുവിന്റെ കാലത്ത് ഈ യേശുവിനെ അംഗീകരിക്കുന്ന പോലും ആളായിരുന്നില്ല യാക്കോബ്. യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം, അതിനുശേഷമാണ് ഈ യേശുവിന്റെ സഹോദരന്മാർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും യേശുവിന്റെ മാർഗത്തിലേക്ക് അവർ വരികയും ചെയ്യുന്നത്. അപ്പൊ ഒന്നാമതുണ്ടായിരുന്ന ഈ പത്രോസിനെ ഒരു പടി കൂടെ മുകളിൽ ആ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് യാക്കോബ് വരുമ്പോ അതിന് കീഴെ നിൽക്കാൻ പത്രോസിന് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. ഈഗോ ക്രാഷ് ഇല്ലാത്ത ആളായിരുന്നു പത്രോസ്. ഒരു ഈഗോയും ഇല്ലാതെ പത്രോസ് അവിടെ കർത്താവിന്റെ വേല ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടതായിരുന്നത്. അതൊരു ക്രിസ്തീയ സഭയുടെ പാരമ്പര്യമാണ്. നമുക്കറിയാം, ഒന്നാമത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ പത്രോസ് യേശു കർത്താവിന്റെ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ പ്രിയമുള്ളവരെ. പക്ഷെ ഈ പത്രോസിനെ യേശുവിന് പരിചയപ്പെടുത്തിയ യേശുവിന്റെ ഒന്നാമത്തെ ശിഷ്യൻ ഈ പത്രോസ് അല്ലായിരുന്നു, അന്ത്രയോസ് ആയിരുന്നു. അന്ത്രയോസിനെ നമ്മൾ അധികം കാണുന്ന പോലും ഇല്ല. യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് പത്രോസിനെ കൊടുത്തു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് അന്ത്രയോസ്, ഒന്നാമത്തെ ശിഷ്യനാണ് അന്ത്രയോസ്. ആ അന്ത്രയോസിന് പത്രോസ് മുന്നോട്ട് കയറുമ്പോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലേക്ക് പത്രോസ് വരുമ്പോ ഈ ഇന്നർ സർക്കിളിന് പുറത്താണ് അന്ത്രയോസ്. ഒന്നാമത് വന്നയാള് ഇന്നർ സർക്കിളിന് പുറത്താകുമ്പോഴും അന്ത്രോസിന് യാതൊരു പരാതിയില്ല. അതാണ് ക്രിസ്തീയ സഭ, അതാണ് ദൈവദാസന്മാർ, അതാണ് ദൈവമക്കൾ. ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ നിങ്ങളെക്കാൾ പിന്നിൽ വന്നവർ, നിങ്ങൾക്ക് ശേഷം വന്നവർ, നിങ്ങൾക്ക് ശേഷം ശുശ്രൂഷ വന്നവർ, നിങ്ങൾക്ക് ശേഷം യേശുവിനെ കണ്ടവർ, അവർ ചിലപ്പം മുന്നിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന്, അവരുടെ പുറകിൽ നിന്ന് അവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതാണ് ദൈവസഭയുടെ മാതൃക. അല്ലാതെ അവിടെ ഒരു മത്സരം വരാനോ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനോ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോ അന്ത്രയോസ് പത്രോസിന് വേണ്ടി ആ സ്ഥാനം മാറിക്കൊടുക്കുന്നു. പത്രോസ് അവിടെ അന്ത്രയോസിന് മുൻപിലാകുന്നു. വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ ശുശ്രൂഷയിലേക്ക് വരുമ്പോ പത്രോസ് ആ യാക്കോബിന് വേണ്ടി സ്ഥാനം മാറിക്കൊടുക്കുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നീ എന്റെ സഭയെ മേയിക്കണം, നീ എന്റെ ആടുകളെ മേയിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ കാലം കഴിഞ്ഞപ്പോ യാക്കോബായി ആ സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്നത്. പക്ഷെ പത്രോസിന് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. AD 35 വരെ യെരുശലേമിൽ താൻ ശുശ്രൂഷിച്ചു. വീണ്ടും AD 35 മുതൽ 44 വരെ പാലസ്തീനയിൽ, ലുദ്യയിലും യോപ്പയിലും കൈസരിയിലും ഒക്കെ പത്രോസ്, കൊർന്നല്യോസിന്റെ ഭവനത്തിലും ഒക്കെ പത്രോസ് ശുശ്രൂഷിക്കുന്നതായിട്ട് കാണാം. അപ്പൊ AD 35 മുതൽ 44 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാലസ്തീനയിലായിരുന്നു യേശു കർത്താവിന്റെ ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പത്രോസിന്റെ ശുശ്രൂഷകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്നാണ്
നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. അതിനുശേഷം 44 മുതൽ 61 വരെയുള്ള കാലഘട്ടങ്ങളിൽ സുറിയയിലേക്ക് തന്റെ ശുശ്രൂഷ മാറ്റി. സുറിയയിലേക്ക് ശുശ്രൂഷ മാറ്റി. ഈ കാലയളവിൽ നമ്മൾ കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഈ പത്രോസ് കുടുംബസ്ഥനായിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു തെളിവ് സുവിശേഷ വേലയുടെ സമയത്ത് ഈ 60കളിൽ അല്ലെങ്കിൽ 40 മുതൽ 60 വരെയുള്ള 61 വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ താൻ സുറിയയിൽ ശുശ്രൂഷിക്കുന്ന ആ സമയത്ത് അവിടെ 1 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അപ്പോ അവിടെ വായിക്കുന്നത് ഈ പത്രോസ്, കേഫാവ് എന്ന് പറയുന്നത് പത്രോസാണ്. യേശുവിന്റെ സഹോദരന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും കേഫാവും. ആ പത്രോസ് സുവിശേഷ വേല ചെയ്യുമ്പോൾ തൻ്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. താൻ ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഭാര്യ കൂടി ഉണ്ടായിരുന്നു. അമ്മായിമ്മ എന്ന ഒരു വാക്കുകൊണ്ട് മാത്രം ഇത് പത്രോസ് വിവാഹിതനായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ചിലപ്പോൾ മരിച്ചു പോയെന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് AD 44 മുതൽ 61 വരെയുള്ള കാലഘട്ടങ്ങളിൽ സുറിയിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുക, എനിക്കെന്തുകൊണ്ടൊരു ഭാര്യയുടെ കൂടെ നടന്നുകൂടാ? എന്റെ കൂടെയുള്ള എനിക്ക് മുമ്പുള്ള ശിഷ്യന്മാരൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, കേഫാവ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, യേശുവിന്റെ ശിഷ്യന്മാർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, യേശുവിന്റെ സഹോദരന്മാർ എങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഇവരൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഭാര്യയുടെ കൂടെയാണ്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്ന് അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനകത്ത് നമുക്ക് വളരെ വ്യക്തമായി നമുക്കറിയാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. പത്രോസ് വിവാഹിതനായിരുന്നു. തന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷയ്ക്ക് ഭാര്യ ഒരു സഹായമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പൊ പത്രോസ് കുടുംബസ്ഥനാണ്. നമ്മുടെ കുടുംബം സുവിശേഷ വേലയ്ക്ക് തടസ്സമല്ല. നമ്മുടെ കുടുംബം സുവിശേഷ വേലയ്ക്ക് തടസ്സമല്ല, അനുഗ്രഹമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. അങ്ങനെ ഈ പത്രോസ് കുടുംബമായി കർത്താവിന് വേല ചെയ്യുന്ന ഒരു നല്ല കുടുംബസ്ഥനാണ്. ഒരു ശുശ്രൂഷകൻ നല്ല കുടുംബസ്ഥനായിരിക്കണമെന്നാണ് തിമോത്തിയോസിന്റെ തീത്തോസിന്റെ ഒക്കെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, എങ്കിലേ കുടുംബം ഭരിക്കുന്നവനെ സഭ ഭരിക്കാൻ പറ്റുള്ളൂ. കുടുംബം നന്നായി നടത്തുന്നവർക്ക് സഭ നന്നായി നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ കർത്താവിന്റെ സഭയെ നയിക്കുന്നത് കർത്താവിന്റെ ആഗ്രഹം, ദൈവസഭയുടെ ആഗ്രഹം, ദൈവസഭയുടെ പ്രമാണം കുടുംബസ്ഥരായിരിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസ് അതിനൊരു മാതൃകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. തന്റെ സുവിശേഷ വേലയ്ക്ക് ഒരിക്കലും ഭാര്യ ഒരു തടസ്സമായില്ല. സുവിശേഷ വേലയ്ക്ക് തന്റെ കുടുംബം ഒരു തടസ്സമായില്ല, അനുഗ്രഹമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത്, ഞാനൊരു കുടുംബസ്ഥനല്ലേ, ഞാൻ എങ്ങനെ സുവിശേഷ വേല ചെയ്യും? ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എനിക്കെങ്ങനെ എൻ്റെ കുടുംബത്തെ പരിപാലിക്കണ്ടേ? ആ ഉത്തരവാദിത്വം നോക്കണ്ടേ? കർത്താവ് നിന്നെ വിളിക്കുന്നതെങ്കിൽ, കർത്താവിന്റെ വേലയ്ക്കാണ് നീ ഇറങ്ങുന്നതെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ, നിന്റെ കുടുംബത്തെ അത്ഭുതകരമായി നടത്താൻ യേശു കർത്താവിന് അറിയാം. യേശു കർത്താവ് അങ്ങനെ ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും കർത്താവ് തന്ന കുടുംബം അനുഗ്രഹമാണ്. നമ്മുടെ സുവിശേഷ വേലയ്ക്ക്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് അത് അനുഗ്രഹമാണ്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റർ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ അച്ഛനായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ സഭയിൽ നിങ്ങളെ കർത്താവ് ആക്കിയിരിക്കുന്നിടത്ത് ആ ദേശത്ത് കർത്താവിന് വേണ്ടി വേല ചെയ്യേണ്ടതുണ്ട്, സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, മറ്റുള്ളവർ കർത്താവിനെ പറയേണ്ടതുണ്ട്. ആ സുവിശേഷ വേലയ്ക്ക്, ആ ശുശ്രൂഷയ്ക്ക് നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാണ് എന്ന് ഇന്ന് പകൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിനുശേഷമുള്ള പത്രോസിന്റെ ശുശ്രൂഷ 61 ശേഷം പത്രോസ് AD 61 താൻ റോമിലേക്ക് ശുശ്രൂഷ മാറ്റി. തന്റെ ശുശ്രൂഷ റോമിലായിരുന്നു പിന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ആ അപ്പോസ്തലപ്രവൃത്തിയുടെ അവസാനത്തെ അധ്യായം 28-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വീട്ടുതടങ്കലിൽ, റോമിലെ വീട്ടുതടങ്കലിലാണ് പത്രോസ് പിന്നെയുള്ളത്. അവിടെ വീട്ടു തടങ്കലിൽ കഴിയുമ്പോഴും ആ തടവിലായിരിക്കുമ്പോഴും ഈ പത്രോസ് അവിടെ സുവിശേഷ വേല ചെയ്തിരുന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി അതിന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കേണ്ടതായിത്തീരുന്നത്. നമ്മൾക്ക് ഒരു നിമിഷം നമുക്കതൊന്ന് വായിക്കാം. അതിന്റെ 28-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പൊ റോമിൽ ഈ പത്രോസിന്റെ അവസാന കാലഘട്ടം, ആ AD 61 ആ കാലഘട്ടത്തിൽ
ആ റോമിലെ വീട്ടുതടങ്കിൽ കഴിയുമ്പോൾ വീട്ടുതടങ്കിൽ കടന്നുകൊണ്ട് സുവിശേഷൻ പറഞ്ഞതിനാണ്, സുവിശേഷ വേല നിമിത്തമാണ് തടവിലായിരിക്കുന്നത്. അവിടുത്തെ അന്നത്തെ സുപ്രീം കോടതി ഇരിക്കുന്നത് റോമിലായിരുന്നു. ആ സുപ്രീം കോടതിയിലേക്ക് പത്രോസിനെ കൊണ്ടുവന്നു. അവിടെ അവനെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുമ്പോൾ ആ വീട്ടുതടങ്കലിൽ കടന്നുകൊണ്ടും ശുശ്രൂഷ നിറപടിയായി ചെയ്യുന്നു. തന്റെ അടുക്കൽ വരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പത്രോസ് വിഘ്നം കൂടാതെ, മടി കൂടാതെ, ധൈര്യത്തോടെ പ്രസംഗിക്കുന്നയാളായിരുന്നു, പറയുന്നയാളായിരുന്നു എന്നാണ് നമുക്കവിടെ വായിക്കേണ്ടതായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ശുശ്രൂഷ നിങ്ങൾക്ക് എവിടെയും ചെയ്യാം. നിങ്ങൾ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് തടസ്സമില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കുടുംബസ്ഥനായതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് തടസ്സമില്ല. നിങ്ങൾ തടവിലാണെന്ന് കരുതി നിങ്ങൾക്ക് സുവിശേഷ വേലയ്ക്ക് തടസ്സമില്ല. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്: സുവിശേഷത്തിനോ ബന്ധനമില്ല. സുവിശേഷകരെ ബന്ധിക്കാം, സുവിശേഷകരെ തടവിലിടാം, സുവിശേഷകരെ ജയിലിലടയ്ക്കാം. പക്ഷേ സുവിശേഷത്തെ ജയിലിലടയ്ക്കാൻ ഇത് ഒരു ശക്തിക്കുമാകിയല്ല, ഒരു നേതാവിനുമാകിയല്ല, ഒരു ഭരണകർത്താവിനുമാകിയല്ല. ഈ റോമിലെ തടവിൽ ഈ ഈ ഈ പത്രോസ് കിടക്കുമ്പോൾ അവിടെയും ഈ പത്രോസ് സുവിശേഷ വേല ചെയ്യുന്നയാളായിരുന്നു. ഗലാത്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ ജയിലിൽ നിന്നുകൊണ്ട്, കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് പൗലോസ് സുവിശേഷ വേല ചെയ്തതായിട്ടും ആ കാരാഗ്രഹത്തിലുള്ള ആൾക്കാർ യേശുവിനെ സ്വീകരിച്ചതായിട്ടും നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷ വേല ചെയ്യുന്നയാള്, കർത്താവിന്റെ വേല ചെയ്യുന്നയാൾക്ക് എല്ലാ സ്ഥലവും അതവരുടെ പ്ലാറ്റ്ഫോമാണ്. അവർ ഓഫീസിൽ ജോലിക്ക് പോയാൽ അതവരുടെ ശുശ്രൂഷ മേഖലയാണ്. ഒരു വീട്ടിൽ ജോലിക്ക് പോയാൽ അതവരുടെ ശുശ്രൂഷ മേഖലയാണ്. ഒരു സ്ഥാപനത്തിലോ ഒരു കടയിലോ ജോലിക്ക് ചെല്ലുമ്പോൾ അവരെ കർത്താവാക്കിയിരിക്കുന്ന ശുശ്രൂഷ അവിടെയാണ്. അവിടെയും നിനക്ക് യേശുവിനെ പറയാൻ പറ്റും, അവിടെയും നിനക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റും, അവിടെയുള്ളവരോട് കർത്താവിനെ പറയാൻ പറ്റും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏത് പരിസ്ഥിതിയിലും, ഏത് സാഹചര്യത്തിലും, എല്ലാ കാലത്തും യേശുവിനെ അറിയിക്കുന്നതായിരുന്നു ഈ പത്രോസിന്റെ ദൗത്യം. താൻ വീടുകളിൽ പോയാൽ സുവിശേഷം പറയും, അവൻ ഓഫീസിൽ ചെന്നാൽ, രാജാവിന്റെ അടുത്ത് ചെന്നാൽ സുവിശേഷം പറയും, കാരാഗ്രഹത്തിൽ ചെന്നാൽ അവിടെയും വിഘ്നം കൂടാതെ, ഒരു മടിയും കൂടാതെ, ഒരു തടസ്സവും ഇല്ലാതെ സുവിശേഷ വേല ചെയ്യുന്നയാളായിരുന്നു ഈ പത്രോസ് ലീഹ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയുടെ കാലത്ത്, നീറോയുടെ കാലമൊക്കെ വളരെ പീഡനം അനുഭവിക്കുന്ന ക്രിസ്തീയ സമൂഹം, ഒത്തിരി പീഡ അനുഭവിച്ച സമൂഹം കാലഘട്ടമാണ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം. 1-ാം നൂറ്റാണ്ടിൽ 10 രാജാക്കന്മാർ, 10 ചക്രവർത്തിമാർ, മാറി മാറി വന്ന 10 ചക്രവർത്തിമാർ ഈ സഭയെ, ഈ പ്രസ്ഥാനത്തെ, കർത്താവിന്റെ വേലയെ ഇല്ലാതെയാക്കാൻ, തുടച്ചു നീക്കാൻ, ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ ശക്തിയുള്ള, കഴിവുള്ള, കരുത്തന്മാരായ 10 രാജാക്കന്മാർ, നീറോ പോലുള്ള, ഡൊമീഷ്യൻ പോലുള്ള ആ 10 ചക്രവർത്തിമാരാണ് മാറി മാറി ഈ ദൈവസഭയെ ഇല്ലാതെയാക്കാൻ, കർത്താവിന്റെ വേലയെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, അവരെല്ലാം ഭൂമുഖത്തുനിന്ന് മാറിപ്പോയതല്ലാതെ ഈ കർത്താവിന്റെ വചനം മാറിപ്പോയിട്ടില്ല, സുവിശേഷ വേല തീർന്നു പോയിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷ കർത്താവിൻ്റെതാണെങ്കിൽ ഭൂമിയിൽ ആർക്കും അതിനെ തടയാനൊക്കെയല്ല, ഭൂമിയിൽ ആർക്കും അതിനെ ഇല്ലാതെയാക്കാനൊക്കെയല്ല. ഇല്ലാതെയാക്കാൻ ശ്രമിക്കും, 1-ാം നൂറ്റാണ്ട് മുതൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിലും ഈ സുവിശേഷ വേലയെ ഇല്ലാതെയാക്കാൻ, സുവിശേഷത്തെ ഇല്ലാതെയാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫീൽഡ് ഉണ്ട്, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ നിറപടിയായി ചെയ്യാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നീറോ ചക്രവർത്തിയുടെ പീഡന കാലത്ത് പത്രോസ് ലീഹ രക്തസാക്ഷിയായി കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു എന്നാണ് വായിക്കുന്നത്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്: പത്രോസ് ലീഹയെ അവരെ ക്രൂശിച്ചു കൊല്ലാനാണ് തീരുമാനിച്ചത്. അവർ ക്രൂശിച്ചു കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ പല വിധത്തിലാണ് അവര് രക്തസാക്ഷികളായി തീർന്നിട്ടുള്ളത്. എല്ലാ ശിഷ്യന്മാരും, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും യേശു കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീരുകയായിരുന്നു. ആ കൂട്ടത്തിൽ യോഹന്നാൻ മാത്രമാണ് അതിന് വിരോധമായിട്ടുള്ളത്. യോഹന്നാനെ രക്തസാക്ഷിയാക്കാൻ ആ ചക്രവർത്തിമാർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പത്രോസ് ലീഹായെ ക്രൂശിച്ചു കൊല്ലാൻ ആ സമൂഹം, ആ ഭരണവർക്കം അവർ തീരുമാനിച്ചപ്പോ പത്രോസ് പറഞ്ഞു, എന്റെ അരിമനാഥനെ കൊന്നതുപോലെ എന്നെ ക്രൂശിച്ചു കൊല്ലരുത്, എന്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിച്ചു കൊല്ലരുത്, പകരം എന്നെ തലകീഴായി ക്രൂശിക്കണം, എന്റെ കർത്താവിന്റെ, എന്റെ അരിമനാഥന്റെ പാദം ചുംബിച്ചുകൊണ്ട് മരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനെ തലകീഴായി ക്രൂശിച്ച് കൊന്നു എന്നാണ്
മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ക്രൂശ് മരണം താൻ സ്വീകരിക്കുമ്പോൾ, ഈ ക്രൂശ് മരണം താൻ ഏറ്റെടുക്കുമ്പോൾ, താൻ വേദനയോടെ അല്ല ഏറ്റെടുക്കുന്നത്, സന്തോഷത്തോടെ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളാണെ പറഞ്ഞേനെ, ഞാൻ ഈ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് ഈ ക്രൂശാണോ എനിക്ക് കിട്ടിയത്, എനിക്ക് ഈ കുരിശാണോ കിട്ടിയത്, ഞാൻ ഇങ്ങനെയാണോ, ഞാൻ എന്തോ ആകൂന്നൊക്കെ പ്രതീക്ഷയാണല്ലോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, എന്നിട്ട് എനിക്ക് ഇതാണോ കിട്ടുന്നത് ചിലപ്പോ നമ്മൾ ചോദിച്ചേനെ. പത്രോസ്ലീഹ ചോദിച്ചില്ല. പത്രോസ്ലീഹ പറയാ, എന്റെ കർത്താവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം, അതുകൊണ്ട് എന്നെ യേശുവിനെ ക്രൂശിച്ച പോലെ ക്രൂശിക്കരുത്, തലകീഴായി ക്രൂശിക്കണം. പ്രിയമുള്ളവരെ, എന്റെ കർത്താവിന് വേണ്ടി, ഈ സുവിശേഷത്തിന് വേണ്ടി പത്രോസ്ലീഹ തന്റെ അവസാന തുള്ളി രക്തം വരെ, അവസാനത്തെ ജീവൻ വരെ, അവസാനത്തെ ശ്വാസം വരെ കർത്താവിന് വേണ്ടി കൊടുത്തു. ഒരിക്കൽ വിളി കേട്ട പത്രോസ് ആ കടൽക്കരയിൽ വെച്ച്, ഗലീല കടൽക്കരയിൽ വെച്ച് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം, നീ എന്റെ പുറകെ പോരെ എന്ന് പറഞ്ഞ ആ വിളി കേട്ട പത്രോസ്ലീഹ അന്ന് മുതൽ യേശു കർത്താവിന്റെ പുറകെ പോയി. യേശു കർത്താവിന്റെ പുറകെ പോയിട്ട് പ്രിയമുള്ളവരെ, പത്രോസ്ലീഹ ജീവിതാവസാനം ഇടയ്ക്ക് യേശുവിനെ ക്രൂശിക്കുന്ന ആ സമയത്ത്, ഒരു ചെറിയ സമയം, ആ സമയത്ത് യേശുവിനെ തള്ളി പറഞ്ഞു. യേശുവിനെ തള്ളി പറഞ്ഞ് പത്രോസ് യേശുവിനെ അറിയത്തില്ലെന്നൊക്കെ പറയും, പ്രാഗുമൊക്കെ ചെയ്തു. പ്രിയമുള്ളവരെ, എന്നാൽ അതിനുശേഷം പത്രോസ് വാവിട്ട് കാറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ അനുഗമിക്കാനിടയായി തീർന്നു. യേശു കർത്താവിനെ ഏറ്റുപറയാനിടയായി തീർന്നു. യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനിടയ്ക്ക് പിന്നീട് ഒരിക്കലും പത്രോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നീട് ഒരിക്കലും പത്രോസ് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ആഹാരമില്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്, പീഡനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വേദനകൾ സംഭവിച്ചിട്ടുണ്ട്, കൂട്ടു സഹോദരങ്ങളിൽ നിന്നുള്ള നിന്ദകളും പഴികളും ഒക്കെ ഈ പത്രോസിനും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പത്രോസ് അതൊന്നും കണ്ട് കർത്താവിന്റെ വേല വേണ്ടെന്ന് വെച്ചില്ല. കർത്താവിന്റെ വേല വേണ്ടെന്ന് വെച്ചില്ല. പ്രിയമുള്ളവരെ, നിന്നെ ആരെല്ലാം മാറ്റി നിർത്തിയാലും, നിന്നെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ പുറകോട്ട് മാറ്റിയാലും, ഞാൻ പറയട്ടെ, നിന്നെ കർത്താവല്ലേ വിളിച്ചത്. കർത്താവാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ, കർത്താവിന്റെ വേലയ്ക്ക് കർത്താവാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ നീ പുറകോട്ട് പോകേണ്ടവനല്ല, ഓരോ സ്റ്റെപ്പ് മുന്നോട്ടാണ് പോകേണ്ടത്, ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകേണ്ടവനാണ്. അങ്ങനെ ഈ പത്രോസ് കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി നിന്ന ഒരു ധീരപടയാളിയാണ് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ നമ്മൾ പ്രസംഗിക്കുന്ന ഈ പത്രോസ്ലീഹ എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ യോശുവ ഇങ്ങനെ പറഞ്ഞു, ആരെല്ലാം എന്തൊക്കെ വേണം ചെയ്തോ, നിങ്ങൾ വേണേ നിങ്ങളുടെ പഴയ ദൈവത്തിന്റെ അടുത്തേക്ക് വെക്കോ, നിങ്ങൾ വേണേ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വെക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു തീരുമാനമുണ്ട്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് കുടുംബം തന്നത് ആ കുടുംബത്തെ കർത്താവിന്റെ കൂടെ നിർത്താനാ, കർത്താവിന്റെ വേലയിൽ നമ്മുടെ കൂടെ നിൽക്കാനാ. നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ സുവിശേഷ വേലയ്ക്ക് നമുക്ക് കൈത്താങ്ങാണ്, നമുക്ക് അനുഗ്രഹമാണ്. അവരെ കർത്താവിന്റെ കൂടെ നിർത്താനാണ് കർത്താവ് നമ്മളെ ആ കുടുംബം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസിന്റെ കുടുംബത്തെ പത്രോസ് നന്നായി പരിപാലിച്ചു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചിട്ടല്ല ഈ പത്രോസ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, തന്റെ യേശുവിന്റെ ശിഷ്യന്മാരും ആ കേഫാവും ഒക്കെ ചെയ്യുന്നത് പോലെ ഭാര്യയായ സഹോദരിയോട് കൂടെ എനിക്കും സുവിശേഷ വേല ചെയ്യാൻ മേലെ. അപ്പോ ആ കാലഘട്ടത്തിലും ഈ പത്രോസ് തന്റെ ഭാര്യയെ സുവിശേഷ വേലയ്ക്ക് പോകുന്നിടത്തൊക്കെ തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഭാര്യ ഉപേക്ഷിച്ചിട്ട്, ഭാര്യ വീട്ടിൽ നിർത്തിയിട്ട് താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പരിത്യാഗം ചെയ്യുമല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സുവിശേഷ വേല കുടുംബത്തോട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അങ്ങനെ ചെയ്യേണ്ടതാണ്. അതാണ് സുവിശേഷ വേലയുടെ നിയമം. പ്രിയമുള്ളവരെ, യോശുവ പറഞ്ഞതുപോലെ ഇന്ന് പകൽ നമുക്ക് തീരുമാനിക്കാം, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല, മറ്റുള്ളവർ കർത്താവിനെ സേവിക്കുമല്ലോ അതെനിക്ക് അറിയത്തില്ല. എന്റെ വിഷയം ഇതാ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. നമുക്ക് ഒരുമിച്ച് കുടുംബമായി കർത്താവിന്റെ വേലയിൽ മുന്നേറാം. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ആ പത്രോസ്ലീഹായുടെ കുടുംബത്തെ പോലെ, പത്രോസിനെ പോലെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം അടയ്ക്കാം, നമ്മുടെ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നിന്റെ കുടുംബത്തെ, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നിന്റെ കുടുംബത്തെ, ചിലപ്പോൾ നിന്റെ കുടുംബം, നിന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും, അല്ല നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും, അല്ല നിന്റെ മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പത്രോസിനെയാണ് യേശു വിളിച്ചത്, ഭാര്യയല്ല വിളിച്ചത്. പത്രോസ് വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചപ്പോ ഭാര്യ കൂടെ പോരുവാ. ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കൂടെ നീ തീരുമാനമെടുത്ത് ഇറങ്ങുമ്പോൾ നിന്റെ കൂടെ നിന്റെ ഭാര്യ വരും, നിന്റെ കൂടെ നിന്റെ ഭർത്താവ് വരും, നിന്റെ മക്കൾ വരും, അവരും നിന്റെ കൂടെ വന്നോളും. അവരും ഈ സുവിശേഷ വേലയ്ക്ക് ഭാഗവാക്കാകും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവാ നമുക്ക് കുടുംബം തന്നത്, കർത്താവാ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. ആ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി ചെയ്യാൻ, ഏറ്റവും ഭംഗിയായി ചെയ്യാൻ, നമുക്ക് കുടുംബമായി ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യാൻ കർത്താവ് അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാക്കും.
ഇന്ന് പകൽ എല്ലാ കണ്ണും നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മളെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് ഇറങ്ങാം. ചിലപ്പോൾ നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളൊരു അച്ഛനായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളൊരു ഉപദേശി ആയിരിക്കില്ല. പക്ഷെ നിന്നെ ആക്കുന്നിടത്ത് എല്ലായിടത്തും നിനക്കൊരു ശുശ്രൂഷയുണ്ട്. മത്തായിയുടെ സുവിശേഷം അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല മനുഷ്യരെയും വിശ്വാസിയാക്കാനല്ല, സകല മനുഷ്യരെയും എന്റെ സഭയുടെ അംഗമാക്കാനല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ശിഷ്യരാക്കുവിൻ. അങ്ങനെയാണെങ്കിൽ ദൈവസഭയിലെ എല്ലാ വ്യക്തികളും ശിഷ്യന്മാരാ. നമ്മളൊരു ശിഷ്യനാണെന്നുള്ള ആ ബോധ്യത്തോടെ നമുക്ക് ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ ആ പത്രോസ്ലിഹായുടെ കുടുംബത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ആ പത്രോസിന്റെ വിളിക്കകത്ത് തന്റെ കുടുംബവും തന്റെ കൂടെ ഉണ്ടായിരുന്നത് പോലെ കർത്താവ് ഞങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് കുടുംബമായിട്ടാണ്. ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ, കർത്താവ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആയുസ്സുള്ള കാലം മുഴുവൻ കർത്താവിന്റെ വിളിയിൽ നിൽക്കാൻ, കർത്താവിന്റെ കൂടെ നിൽക്കാൻ, കർത്താവ് കുടുംബമായി കർത്താവിനെ സേവിക്കാൻ യേശുനാഥ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. പത്രോസിന്റെ മുഴുവൻ കാര്യവും കർത്താവ് ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെയും മുഴുവൻ കാര്യവും കർത്താവാണ് നടത്തേണ്ടത്, കർത്താവാണ് നടത്തുന്നത്. അത് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെല്ലാം കർത്താവ് സഹായിക്കണം. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇനിയും അടുത്ത ആഴ്ച കർത്താവ് നമുക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഗോസ്പൽ TV UP-യോടും സാജു പാസ്റ്ററോടുള്ള നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ പുന്നൂസ് തൊടുവഴിയുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. വൈകുന്നേരം 6 മണിക്ക് നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. 2 ദിവസമായിട്ട് ബൈബിൾ ക്ലാസ് നടന്നില്ല. കാരണം ഇവിടുത്തെ എക്സ്ട്രീം ചൂടാണ്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് റൂമിലൊന്നും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. എന്നാൽ ഇന്ന് മുതൽ വീണ്ടും 6 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്, 8 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്ററെ വളരെ നന്ദി. ദൈവം സഹായിക്കട്ടെ.